സമയത്ത് എന്തുണ്ടായെന്നാൽ ചുൽപുല എന്ന പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെയുള്ള ജനങ്ങൾ വളരെ കഴിവുള്ളവരാണ്. ജനങ്ങളുടെ കയ്യിൽ ഒരുപാട് പണമൊന്നുമില്ല, പക്ഷേ അവരുടെ മനസ്സ് വളരെ വലുതായിരുന്നു. പക്ഷെ ആ ഗ്രാമത്തിൽ കഷ്ടം കൂടിക്കൊണ്ടേ വന്നു. ജനങ്ങൾ അതിനുള്ള ഒരു വഴിയും കണ്ടെത്താനും ആയില്ല. അപ്പോഴാണ് ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് ഒരു മന്ത്രവാദി വന്നത്. ഗ്രാമത്തലവൻ പിന്നെ കുറച്ച് ജനങ്ങൾ ആ മന്ത്രവാദി പറയുന്നത് കേൾക്കാനായി കൂടി നിന്നു. വരൂ വരൂ, എല്ലാരും വരൂ, എന്നെ പ്രോത്സാഹിപ്പിക്കൂ. അങ്ങനെ നിങ്ങൾ എന്ത് വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നത്? ഞങ്ങൾ എന്തിനാ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടത്? നല്ല തമാശ, നല്ല ചോദ്യം. പക്ഷേ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കണ്ടിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും. അതൊന്ന് കാണിക്കും മാഷേ. ഞങ്ങളല്ലാത്ത ദുഃഖത്തിൽ നിൽക്കുകയാണ്. കുറച്ച് സമാധാനത്തോടെ നിൽക്കോട്ടെ. എന്താ പറയുന്നത്? ദുഃഖത്തായിട്ടുണ്ടോ? ദുഃഖങ്ങൾ, അതിനുള്ള തീർവാണ് ഞാനൊരു മന്ത്രവാദി നൽ. അങ്ങനെയാണോ? എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് തീർവ് തരാമോ? ഞങ്ങൾക്ക് സമാധാനം തരാൻ പറ്റുമോ? അതിന് നിങ്ങൾ 2 കണ്ടീഷൻ സമ്മതിക്കണം. ആദ്യത്തെ കാര്യം, നിങ്ങൾക്ക് എത്ര സെൽവം വേണോ നിങ്ങൾ അത് മാത്രമേ വെക്കാൻ പാടുള്ളൂ. രണ്ടാമത്തേത്, നിങ്ങൾ അത്യാഗ്രഹപ്പെട്ടിട്ട് കുറെ സെൽവങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കണം. ശരി മാഷേ, നിങ്ങൾ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ശരി, അതിഷ്ടമായുള്ള അരയ്ക്കുന്ന ഗുഹയിലേക്ക് പോവൂ. ആ കല്ല് കരയ്ക്കൂ, കുറെ സെൽവങ്ങൾ ഉണ്ടാക്കൂ. അത്യാഗ്രഹം പാടില്ല. നിങ്ങൾ അത്യാഗ്രഹിച്ചാൽ പിന്നെ ആ സ്ഥലത്ത് തന്നെ പെട്ടുപോകും. വരൂ എല്ലാരും, നമുക്ക് ആ ഗുഹയിൽ പോയിട്ട് ആ കല്ല് അരയ്ക്കാം. വളരെ നന്ദിയുണ്ട് മന്ത്രവാദി നൽ. പോകൂ പോകൂ, കുറെ സെൽവങ്ങൾ വാങ്ങിച്ചോളൂ. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ഗുഹയെ നോക്കി നടന്നു. പിന്നെ മന്ത്രവാദി അവിടെ തനിച്ചു നിന്ന് ചിരിച്ചുകൊണ്ടിരുന്നു. അവര് പെട്ടുപോയി. അത്യാഗ്രഹം കൊണ്ട് അവർ ആ സ്ഥലത്ത് തന്നെ കുടുങ്ങിപ്പോവും. തലവൻ രാമു, ലളിത് പിന്നെ രംഭ ഗ്രാമത്തിനു പുറത്തുള്ള ഗുഹയിനകത്തേക്ക് ചെന്നു. പിന്നെ അവിടെ അവർ ഒരു അരയ്ക്കുന്ന കല്ല് കണ്ടു. മുരളി, ആ മന്ത്രവാദി പറഞ്ഞത് വളരെ ശരിയാണ്. അതെ, ഇനി നമ്മുടെ ഗ്രാമം വളരെ സന്തോഷകരമായി മാറും. നമ്മളെല്ലാം വളരെ അധ്വാനികളല്ലേ. അങ്ങനെ നമുക്ക് അധികം ആവശ്യം വരികയാണെങ്കിൽ ഈ കല്ല് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ആ മന്ത്രവാദി പറഞ്ഞതുപോലെ നമ്മൾ അധികമായിട്ട് അത്യാഗ്രഹപ്പെട്ടിട്ട് നമ്മളിവിടെ കുടുങ്ങാൻ പാടില്ല. നിങ്ങൾ 3 പേരും പറയുന്നത് വളരെ ശരി തന്നെയാണ്. ഇപ്പൊ നമുക്ക് പ്രശ്നം പോക്കാൻ വേണ്ടി ഓരോരോ പ്രാവശ്യം ചുറ്റിയാൽ മതി. പിന്നെ ഇതിൽ നിന്ന് എത്ര സെൽവങ്ങൾ വരുന്നുണ്ടോ അത് നമുക്ക് ഗ്രാമത്തിലേക്ക് എടുത്തിട്ട് പോവാം. ശരി തലവൻ സാറേ. 4 പേരും ഓരോരുത്തരായി ആ കല്ല് ചുറ്റി. അപ്പോൾ അതിൽ നിന്നും സ്വർണം വരാൻ തുടങ്ങി. ഇതിൽ യഥാർത്ഥത്തിൽ മാന്ത്രികതയുണ്ട്. സ്വർണങ്ങൾ ഒരുപാട് വരുന്നു. അദ്ദേഹത്തിന് നമ്മളെ മേലെ എത്ര കരുണയാണ്. ഇപ്പൊ 1 വർഷത്തിന് ഈ സെൽവങ്ങൾ തന്നെ നമ്മുടെ ഗ്രാമത്തിൽ എല്ലാവർക്കും മതിയാകും. അതേ മുതലാളി, ബാക്കിയുള്ള സെൽവങ്ങൾ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കാം. ഇപ്പൊ എല്ലാവർക്കും നമുക്ക് ഇവിടുന്ന് പോയേക്കാം. ഈ സെൽവങ്ങൾ എടുത്ത് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോവാം. 4 പേരും ഗ്രാമത്തിനെ നോക്കി നടന്നു. അടുത്ത ദിവസം ആ ഗ്രാമത്ത് പഞ്ചായത്ത് കൂടി. എന്താ സംഭവിച്ചത് നിങ്ങൾ എല്ലാവർക്കും അറിയാം. ഇന്നലെ മന്ത്രവാദി നൽ വന്നിരുന്നു. മന്ത്രവാദി എങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതേപോലെ തന്നെ ഒരു മായ ഉരൾ നമ്മുടെ ഗ്രാമത്തിൽ ഗുഹയിലുണ്ട്. അത് ചുറ്റുമ്പോൾ നമുക്ക് കുറെ സെൽവങ്ങൾ കിട്ടിയിരുന്നു. ശരി മുതലാളി, പക്ഷേ ഞങ്ങൾക്ക് ഈ കാര്യം പറ്റി ഒന്ന് തെളിവായിട്ട് പറയാൻ പറ്റുമോ? ഞങ്ങൾക്ക് മര്യാദയ്ക്ക് മനസ്സിലായിട്ടില്ല. ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ലളിത്, ഞാനൊരു ഒറ്റൊരു കാര്യം പറയാൻ വേണ്ടി മാത്രമല്ല ഇങ്ങോട്ട് വന്നത്. അതിനു മുമ്പ് നമ്മൾക്ക് ഏത് കാര്യം മുമ്പ് തന്നെ അറിയാമോ, ഞാൻ അതിനെ പറ്റിയാണ് സംസാരിക്കാൻ വന്നത്. ഞാൻ എന്താ പറയുന്നത് വെച്ചാൽ, ഒരു പക്ഷേ ആ മായ ഉരുളുടെ കാര്യം സത്യമാണെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും പിന്നെ അത്യാഗ്രഹം പെട്ട് അത് അധികമായിട്ട് ഉപയോഗിച്ചാൽ അപ്പോൾ അതിനെ കൊണ്ട് ആപത്തായിട്ട് വരുന്നുള്ള കാര്യം സത്യം തന്നെയല്ലേ? നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. അങ്ങനെ അത്യാഗ്രഹപ്പെട്ട് ഒരുപാട് എടുത്താൽ അതുകാരണം എന്തൊക്കെ അനർത്ഥം സംഭവിക്കുമെന്ന് നമുക്ക് പറയാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രാമത്തെ ജനങ്ങൾക്ക് വീണ്ടും ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. കാരണം അറിഞ്ഞു അറിയാറ്റും 6 തെറ്റ് നമ്മൾ ചെയ്യാൻ പാടില്ല. നിങ്ങൾ പറയുന്ന എല്ലാ കാര്യവും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. വളരെ അത്യാഗ്രഹത്തോടെ നോക്കിയാൽ ഈ വരം വന്നിട്ട് നമുക്ക് ശാപമായിട്ട് മാറും. അതെ, അതുകൊണ്ടാണ് ഞാൻ ഈ പഞ്ചായത്ത് ഇപ്പോൾ കൂട്ടിയത്. പിന്നെ ഇന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ ആ ഉരുളി ചുറ്റാൻ പോകുമ്പോൾ ഞാൻ, രാമു, ലളിത് പിന്നെ രംഭ എല്ലാരും അവിടെ ഉണ്ടാവണം. എന്നാലേ ജനങ്ങളുടെ ഉള്ളിൽ ഒരു തർക്കവും വരില്ല. ആര് അത്യാഗ്രഹം കൊണ്ട് അവിടെ കുടുങ്ങാൻ പോകുന്നുമില്ല. കുറച്ചു മാസങ്ങൾ കടന്നുപോയി. പിന്നെ ആ കല്ലിൽ നിന്നും വന്ന സ്വർണമൊക്കെ ഇപ്പോൾ തീർന്നുപോയി. ജനങ്ങൾ തലവനോട് ചെന്നു പറഞ്ഞു. പിന്നെ 4 പേരും വീണ്ടും ആ കല്ലിനടുത്തേക്ക് ചെന്നു. മുതലാളി, നമ്മൾ എന്താ വിചാരിച്ചത്? സെൽവം കുറച്ച് വരുമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മൾ അധികമായിട്ട് ചെലവ് ചെയ്തെന്നാണ് തോന്നുന്നത്. അതെ,
ഇത്തവണ നമുക്ക് കുറച്ച് കൂടുതൽ എടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരേണ്ട ആവശ്യം കാണില്ലല്ലോ. ഹാ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. എന്നാൽ ഇതാണ് കാര്യം എന്ന് വെച്ചാൽ ഇത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ജനങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് നിർത്തിയാൽ അപ്പൊ തന്നെ വളരെ വേഗം തന്നെ ഈ സെൽവങ്ങളൊക്കെ തീർന്നു പോവല്ലോ. അതുകൊണ്ട് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും ലളിത്, ഈ ചെറിയ കാര്യത്തിനൊന്നും ഇത്ര വലിയ പ്രശ്നം വരില്ലെന്നാണ് തോന്നുന്നത്. കാരണം ആ മന്ത്രവാദി നമ്മളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനത്തെ ഒരു തീർവ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെടവും വേണ്ട, എല്ലാവരും നമുക്ക് സമാധാനത്തോടെ നിൽക്കാം. അത് തന്നെ ഒരു പ്രശ്നത്തിന്റെ തീർവല്ലേ. ഹാ, രാമു പറയുന്നത് വളരെ ശരി തന്നെയാണ്. അധ്വാനിക്കുന്നത് നമ്മൾ കുറച്ചിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് നല്ലതല്ലേ. ആവശ്യത്തിനുള്ള സ്വർണം എടുക്കാം, എന്നിട്ട് നമുക്ക് പുറപ്പെടാം. 4 പേരും ആ കല്ല് ചുറ്റി. എന്നിട്ട് അവർ ഗ്രാമത്തിനെ നോക്കി പുറപ്പെട്ടു. ഗ്രാമത്തിലേക്ക് വീണ്ടും സ്വർണം വന്നു. പിന്നെ ഇത്തവണ പോയ പ്രാവശ്യത്തേക്കാൾ കുറച്ച് കൂടുതൽ. പക്ഷെ ആ സമ്പത്ത് കുറയാൻ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കണ്ണു തുറക്കുന്നതിന് മുമ്പേ തീർന്നുപോയി. ഇത്തവണ സമ്പത്ത് 1 മാസത്തിനകത്ത് തീർന്നുപോയി. വീണ്ടും പഞ്ചായത്ത് കൂടി. പിന്നെ അവർക്കിടയിൽ രഘുൽ എന്ന ഒരു യൗവനക്കാരൻ ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്രാവശ്യം പോയ പ്രാവശ്യത്തെക്കാട്ടും കൂടുതലാണ് സെൽവങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? നിങ്ങൾ ഈ ഗ്രാമത്തെ ജനങ്ങളോട് തന്നെ ചോദിക്കണം. വെറും 1 മാസം കൊണ്ട് തന്നെ ഇത്രയും സെൽവങ്ങൾ എങ്ങനെ തീർന്നു പോയത്? എല്ലാവരുടെ ഉള്ളിലുള്ള അധ്വാനം തന്നെ നിങ്ങൾ മറന്നുപോയോ? അധ്വാനിക്കുന്നത് അല്പം കുറഞ്ഞാൽ അത് വളരെ നല്ല കാര്യമല്ലേ? നമ്മൾ മറ്റുള്ളവർ തൃപ്തിപ്പെടുന്ന രീതിയിൽ സമ്പത്ത് എടുത്താൽ മതിയാകും. അപ്പോഴാണ് സമ്പത്ത് തേടി നമ്മൾ പോകേണ്ട ആവശ്യം ഉണ്ടാവുകയില്ല. റംബ, നീ പറയുന്ന കാര്യം വളരെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് ആ ഉരൽ ഇപ്പോഴും ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇത്രയും പെട്ടെന്ന് നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ അത് നന്നായിട്ടുണ്ടാവില്ല. ഞാൻ നിങ്ങളടുത്ത് മുമ്പ് പറഞ്ഞതാണ്, നമ്മൾ എല്ലാവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ചാലേ എല്ലാം നന്നായിട്ടുണ്ടാവുള്ളൂ. ഇതേപോലെ തന്നെ പോയാൽ നമുക്ക് എന്തുണ്ടാവും? നമ്മളെല്ലാവരും അത്യാഗ്രഹം കൊണ്ട് ആ ഗുഹയിൽ കുടുങ്ങിപ്പോകും. അത് അധിഷ്ഠമായിട്ടുള്ള ഒരാളാണ് ലലിത്. കുറച്ച് ആലോചിച്ച് സംസാരിക്കേ. നീ ജനങ്ങളെ കുഴപ്പല്ലേ? ആ, നിനക്ക് ആ ഉരുളെ പറ്റിയും പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നീ ആ സ്ഥലത്തേക്ക് വരണ്ട. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഒരു പക്ഷേ ഞാനായിരിക്കും ആ ഉരുളെ പറ്റി മര്യാദയ്ക്ക് മനസ്സിലാക്കാത്തത്. പക്ഷെ എനിക്ക് പ്രശ്നങ്ങൾ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഞാൻ ആ സ്ഥലത്തേക്ക് വരാൻ പോകുന്നില്ല. അവർ 4 പേരും സംസാരിക്കുന്നത് കണ്ടിട്ട് രഘുൽ ചിരിക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും സംസാരിക്കുന്നത് കേട്ടാൽ നമ്മുടെ ഗ്രാമത്തെ ജനങ്ങളുടെ മേലെ തെറ്റാണെന്ന് തോന്നുന്നത്. നീ എന്താണ് പറയാൻ വരുന്നത്? നിങ്ങളെ കൊണ്ട് എങ്ങനെയാണ് ഒരു കാര്യം ഉறுതിയായിട്ട് പറയാൻ പറ്റുന്നത്? നിങ്ങൾക്ക് വേണ്ടി അധിക സെൽവങ്ങൾ എടുത്തിട്ടേ ഇല്ല. പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും വേണ്ടിയല്ലേ സെൽവങ്ങൾ എടുത്തത്. നീ ഈ 3 പേരെടുത്തും ചോദിച്ചോളൂ. ഇല്ല, എനിക്ക് ഈ 3 പേരെടുത്ത് ചോദിക്കാൻ പറ്റില്ല. നിങ്ങളടുത്ത് മാത്രമേ ചോദിക്കുള്ളൂ. ഞങ്ങൾ ഗ്രാമജനങ്ങൾ എല്ലാവർക്കും അറിയാം നിങ്ങൾ ഗുഹയിൽ പോകുമ്പോൾ നിങ്ങൾ 4 പേരാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷേ ആർക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ സംസാരിച്ച് നിങ്ങൾ എന്തെങ്കിലും മറച്ചിട്ടുണ്ടെങ്കിൽ? അങ്ങനെ വെച്ചാൽ നമ്മുടെ ഗ്രാമത്തെ ജനങ്ങൾ എനിക്കെതിരെ നിങ്ങൾ മുടിവെടുത്തിട്ടുണ്ടോ? അതും ആവശ്യം തന്നെയാണ് മുതലാളി. നിങ്ങൾ തന്നെ മനസ്സിലായിക്കോളൂ. ഇപ്പൊ ഞങ്ങൾ എന്താ തീരുമാനം എടുത്താൽ നിങ്ങൾ എപ്പോഴും അങ്ങോട്ട് പോയാലും അപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരും. എന്ത്? ഞങ്ങൾ എന്തിനു നിന്നെ വിളിച്ചോണ്ട് പോകണം? നിങ്ങൾ 2 പേരും ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ആ ഒരൽ വന്നിട്ട് നമ്മളെ മൊത്ത ഗ്രാമത്തിലേക്കാണ് തന്നിരിക്കുന്നത്. രഘുൽ ഏത് ഗ്രാമത്തിന് സാധകമായിട്ട് വരുന്നുണ്ടോ അത് നമ്മൾ തീർച്ചയായിട്ടും സമ്മതിച്ചേ പറ്റുള്ളൂ. അതുമാത്രമല്ല, ഇന്നൊരു കണ്ടീഷനും ഉണ്ട്. പക്ഷെ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ 3 പേരിൽ ഒരാളെ വരാൻ പാടുള്ളൂ. നിങ്ങൾ 3 പേരിൽ മാറി മാറി വന്നോളൂ. അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ സെൽവം എടുക്കാൻ വേണ്ടി നമ്മൾ ആഴ്ചയ്ക്ക് പോവാം. മതി, ഇതിന്റെ മേളിൽ നീ ഒരു കണ്ടീഷൻ ഇടണ്ട. ഇതാണ് നിന്റെ അവസാനത്തെ കണ്ടീഷൻ. ഞങ്ങൾ ഇത് സമ്മതിച്ചിട്ടുണ്ട്. ആ ശരി മുതലാളി. ചിൽപുൽപൂരിന് ഒരു വരം കിട്ടി, ആ ആട്ടുകല്ലിന്റെ രൂപത്തിൽ. പക്ഷേ പതുക്കെ പതുക്കെ മനുഷ്യരുടെ ആഗ്രഹങ്ങൾ ആ ദിവ്യമായ ആട്ടുകല്ലിനെ കളങ്കപ്പെടുത്താൻ തുടങ്ങിയിരുന്നു. ഇത്തവണ രഘുലും തലവനും ആ ആട്ടുകല്ലിനടുത്തേക്ക് ചെന്നു. അങ്ങനെയാണോ? അപ്പോൾ ഇങ്ങനെയാണോ ഉരുള ചുറ്റേണ്ടത്? രഘുലിന്റെ കണ്ണുകൾ പ്രകാശമായി ആ ആട്ടുകല്ലിന്റെ മാന്ത്രികത കണ്ട്. ഹാ, ഇപ്പോഴത്തേക്ക് നമുക്ക് ഇത്ര സെൽവങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ഇന്ന എടുത്തേക്ക് മുതലാളി. നമ്മൾ ഇത്ര ദൂരം വന്നിട്ടുണ്ട്. ജനങ്ങളെടുത്ത് നമ്മൾ ഇത്ര പറഞ്ഞാൽ മതി. നമുക്ക് കുറച്ചും കൂടി സെൽവങ്ങൾ എടുത്താൽ എന്താ? പഞ്ചായത്തിൽ വന്നപ്പോൾ നീ അത്രയും വർത്താനൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ നിനക്ക് അത്യാഗ്രഹം വന്നിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ 4 പേര് അത്യാഗ്രഹം കൊണ്ട് അധികമായിട്ട് സെൽവങ്ങൾ എടുത്തിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? ഇല്ല, ഞങ്ങൾ അതുപോലെ ഒന്നും ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. ഞാൻ എന്താ ആലോചിക്കുന്ന വെച്ചാൽ നമ്മൾ 2 പേരും നമ്മളുടെ ഉള്ളിൽ ഒരു ഒപ്പന്തം വെച്ചാലോ? അങ്ങനെയാണോ? സത്യമാണോ? അങ്ങനെ വെച്ചാൽ ഇന്ന് അധികങ്ങളായിട്ട് സെൽവങ്ങൾ എടുക്കുന്നത് നല്ലതായിരിക്കും. തലവൻ ആ കല്ല് കുറച്ചുകൂടി ചുറ്റി. പിന്നെ രഘുലിന്റെ കയ്യിൽ കുറച്ച് സ്വർണം നൽകി. പിന്നെ അദ്ദേഹം തനിക്ക് കുറച്ചെടുത്തു. പിന്നെ ഇതുപോലെ രഘുൽ രാമു പിന്നെ രംഭയോടും ചെയ്തു.
ഇപ്പോൾ അവർ 4 പേരും ഈ വിഷയത്തിൽ ഒന്നിച്ചു ചേർന്നു. ഗ്രാമത്തിന്റെ അവസ്ഥ ശരിയായിക്കൊണ്ടിരുന്നു. പക്ഷെ അത്യാഗ്രഹം എന്ന ചിന്ത അതിര് കടന്നു പോവുകയായിരുന്നു. ഇപ്പോൾ ദിവസവും ആ കല്ല് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. നിങ്ങളെല്ലാരും എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മിണ്ടാൻ പാടില്ല. നീയല്ലേ ഉരുളിലുള്ള സെൽവങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ അസൂയയോടെ വന്നിട്ട് നീ ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്യാണോ? ഇപ്പോൾ താനേ നിങ്ങൾ വഴിക്ക് വന്നു അല്ലേ? അങ്ങനെ ജനങ്ങളുടെ മുൻപിൽ മാപ്പ് ചോദിച്ചാൽ ഞങ്ങൾ അല്പം ചിന്തിക്കും. പറഞ്ഞത് ശരിയാണ് റംബ. എന്താ റക്കൂൽ? ആ മുതലാളി പറഞ്ഞത് വളരെ ശരിയാണ്. ക്ഷമ ചോദിക്കൽ അലീദ്. എനിക്ക് അതിലിരുന്ന് ഒന്നും വേണ്ട. ഞാൻ എൻ്റെ അധ്വാനത്തെ കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. എനിക്ക് പഴയ ഗ്രാമമാണ് ഓർമ്മയുള്ളത്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് അത്യാഗ്രഹമില്ല. പക്ഷേ ഇപ്പോഴോ നിങ്ങളുടെ എല്ലാ ആലോചന വളരെ മോശമായിട്ടുണ്ട്. ഇതേപോലെ നടന്നുകൊണ്ടിരുന്നാൽ പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ സ്ഥിതി വളരെ മോശമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഞാൻ പറയാൻ വന്നത്. ഇപ്പോൾ ഞാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ ഉണ്ടാവണം. നിങ്ങൾ ആ ഉരളിന്റെ കൂടെ ചേർന്ന് കുടുങ്ങിപ്പോവും. ഇങ്ങനെ പറഞ്ഞിട്ട് ലളിത് അവിടെ നിന്നും പോയി. മറ്റുള്ളവരെല്ലാവരും ലളിതിനെ നോക്കി ചിരിക്കാൻ തുടങ്ങി. അതിനുശേഷം അവർക്കിടയിൽ മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ റക്കൂൽ, ഇപ്പൊ ഗ്രാമത്തെ ജനങ്ങളല്ലാതെ നമുക്ക് വേറെ ആരും പ്രശ്നമില്ലല്ലോ? ഇല്ല മുതലാളി, ഇപ്പൊ എല്ലാം ഓക്കെയാണ്. ജനങ്ങൾ അധ്വാനിക്കുന്നതും എല്ലാം കുറഞ്ഞിട്ടുണ്ട്. എന്താ ജനങ്ങളെ? അവിടെ നിന്നുകൊണ്ടിരുന്ന ഗ്രാമത്തിലെ ജനങ്ങൾ അവർ കാണാൻ സന്തോഷിതരല്ലായിരുന്നു. പക്ഷേ കാണാൻ അല്പം ദേഷ്യത്തോടെയായിരുന്നു. ചേടാ, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പൊ എല്ലാം നിങ്ങൾ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ എന്നോ? എന്ത് ഓക്കെ? നിങ്ങളുടെ 4 പേരുടെ വീടാണ് ഞങ്ങളെക്കാട്ട് വലുതായിട്ടുള്ളത്. അതുമാത്രമല്ലാതെ നിങ്ങൾ നിമ്മതിയായിട്ട് ജീവിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത് ഞങ്ങളെക്കാട്ട് എല്ലാം വലുതല്ലേ? ആ രക്കുല ഇപ്പോഴും നിങ്ങളുടെ കൂടെ ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഗ്രാമത്തെ ജനങ്ങളെല്ലാവരും ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ ഉരൽ നിങ്ങൾക്ക് മാത്രം സ്വന്തമല്ല. ഞങ്ങൾക്ക് എപ്പോഴൊക്കെ തോന്നുന്നുണ്ടോ ഞങ്ങൾ അവിടെ പോയി ചുറ്റിക്കോളും. അങ്ങനെയാണോ? എന്നാൽ ഇപ്പോൾ വരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അതൊക്കെ ചെയ്യാൻ പോവുകയാണോ? ഞാൻ ഈ ഗ്രാമത്തിന് വേണ്ടി എന്തൊക്കെ കാര്യം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് സെൽവങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്നെ ദ്രോഹിക്കുകയാണോ? ഇവരോട് സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല തലവൻ സാറേ. ഇനി നമ്മളും തുടർന്ന് ആട്ടുകൾ ചുറ്റാം. വലുതായിട്ട് വർത്താനം പറഞ്ഞു. നീ എന്താ ചെയ്യുന്നത് ഞങ്ങൾ നോക്കട്ടെ. ഗുഹയ്ക്ക് പോവാം മുതലാളി. ഇപ്പോൾ ജനങ്ങൾക്കിടയിൽ തർക്കമുണ്ടായി. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ മത്സരിച്ചുകൊണ്ട് ആട്ടുകൾ ചുറ്റാനായി ചെന്നു. രാമു, ആ ഉരലെടുത്തേക്ക്. എല്ലാരും അവർക്കിടയിൽ തമ്മിൽ തമ്മിൽ വഴക്കുണ്ടാക്കി. അപ്പോഴാണ് പെട്ടെന്ന് ആ കല്ല് വലുതാകാൻ തുടങ്ങിയത്. പിന്നെ ഗാന്ധം പോലെ ജനങ്ങളൊക്കെ അത് തന്റെ വശത്ത് വലിച്ചു. രക്ഷിക്കൂ! ആ ഞങ്ങളെ വിട്ടേക്ക്, ഞങ്ങളെ വിട്ടേക്ക്. എല്ലാരും ആ വലിയ കല്ലിൽ ചെന്ന് ഒട്ടി. പിന്നെ നിലവിളിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ആ മന്ത്രവാദി അവിടേക്ക് വന്നത്. എന്റെ പേര് മന്ത്രവാദി നൽ. എനിക്ക് മര്യാദ തരൂ. ഇതെല്ലാം നിന്റെ തെറ്റാണ്. ഞങ്ങളെ വിട്ടേക്ക്. ഇല്ലെങ്കിൽ നിനക്ക് കുറച്ചുപോലും നല്ലത് അല്ല. നിങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു നോക്ക്. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, നിങ്ങൾക്ക് എത്ര ആവശ്യമാണോ അത്ര സെൽവങ്ങൾ മാത്രമേ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. ഗ്രാമത്തിനെ നോക്കാനും പറഞ്ഞു. പക്ഷേ അത്യാഗ്രഹം കൊണ്ട് നിങ്ങൾ കൂടുതലെടുത്താൽ അതിനുള്ള ശിക്ഷയെ നിങ്ങൾ അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. എന്ത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ എല്ലാരും ഇങ്ങനെ തന്നെ ഒട്ടിയിരിക്കുമോ? എന്നാ ഇതുപോലെ തന്നെ നിങ്ങൾ കുടുങ്ങിക്കൊണ്ടിരുന്നോ? നിങ്ങളുടെ അസൂയ സന്തോഷമായിട്ട് അനുഭവിച്ചോളൂ. ഈ ഉരളച്ച നിങ്ങൾക്ക് അത്ര ഇഷ്ടമല്ലേ? ഇപ്പൊ നിങ്ങൾ ദൂരമായിട്ട് പോകണ്ട. എപ്പോഴും ഇതിന്റെ കൂടെ തന്നെ നിൽക്കൂ. വേണ്ട, ഞങ്ങൾ ഇതിൽ നിന്ന് രക്ഷിക്കൂ. ഞങ്ങൾക്ക് ഇതിൽ കുടുങ്ങാൻ പാടില്ല. ഗ്രാമത്തെ ജനങ്ങളെ, ഇപ്പോൾ ഈ ഉരൽ നിങ്ങളുടെ ജീവനും എടുക്കാൻ പോവുകയാണ്. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ ആ കല്ലിൽ നിന്നും രക്ഷപ്പെട്ടു. ഏതോ ഒരു ശക്തി അവരെ നിർബന്ധിക്കുന്നത് പോലെ തോന്നി. അവരെല്ലാരും ചേർന്ന് ആ വലിയ കല്ല് ചുറ്റാൻ തുടങ്ങി. ഗ്രാമത്തിലെ ജനങ്ങൾ ആ മന്ത്രവാദിയുടെ പിടിയിൽ കുടുങ്ങിയോ? ഇല്ല, ആ കല്ലിന്റെ മാന്ത്രികതയിലോ? ഒരുപക്ഷെ അവരുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അവരുടെ അത്യാഗ്രഹമാണോ? ഇല്ല, ഇത് മൂന്നും ഒന്നിച്ചു ചേർന്നതാണോ? കാര്യം എന്താണെങ്കിലും ഇപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങളുടെ ജീവിതം അവരുടെ അത്യാഗ്രഹം അത് നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ലളിതിനെ അപേക്ഷിച്ച് മറ്റുള്ള ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം അത്യാഗ്രഹം എന്ന കല്ലിൽ തറിക്കപ്പെട്ടു.